ഇന്ന് ഞങ്ങൾ ഒന്നാം ക്ലാസ്സുകാർക്ക് പലഹാരമേളയാണ്. എന്റെ മക്കൾ എന്തോരം പലഹാരങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നറിയോ? അതും ഒക്കെ വെറൈറ്റി തന്നെ. അതിന് ആദ്യം താങ്ക്സ് പറയേണ്ടത് അവരുടെ പാരന്റ്സിനോടാണ്. മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം എത്ര പലഹാരങ്ങളാണെന്നറിയോ ഞങ്ങളുടെ ക്ലാസ്സിൽ നിരന്ന് നിൽക്കുന്നത്. സത്യം പറയാലോ, പല പലഹാരങ്ങളും ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നത്. എല്ലാം കഴിച്ചു നോക്കി ടേസ്റ്റ് അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ വൃശ്ചിക മാസം നോമ്പായതുകൊണ്ട് പല ഐറ്റംസ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അവർ ഇറച്ചിയും മുട്ടയും ഒക്കെ നിറച്ച പല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു കൊടുത്തയച്ചിരുന്നത്. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ, എന്റെ മക്കൾ വയറ് നിറയെ കഴിച്ചു. അത് മതി, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓരോരുത്തർ 2-3 വിഭവങ്ങൾ വരെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ. വ്യത്യസ്ത പലഹാരങ്ങളെയും വ്യത്യസ്ത രുചികളെയും തിരിച്ചറിയാൻ ഈ പലഹാരമേളയിലൂടെ എന്റെ മക്കൾക്ക് കഴിഞ്ഞു കേട്ടോ. സ്കൂളിലെ ഒട്ടുമിക്ക അധ്യാപകരും ഞങ്ങളുടെ പലഹാരമേളയിൽ പങ്കാളികളായിരുന്നു കേട്ടോ. വ്യത്യസ്ത വിഭവങ്ങൾ രുചിച്ചറിയാനും സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ അവർ ഞങ്ങളോടൊപ്പം കൂടി. അവരിൽ നിന്ന് കിട്ടിയ ഓരോ കോംപ്ലിമെന്റും എന്റെ മക്കൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നതായിരുന്നേ. കുറച്ചധികം പലഹാരങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് എന്റെ മക്കളുടെ വയറ് നിറഞ്ഞ ശേഷം ബാക്കിയുള്ളവ ഞങ്ങൾ സ്കൂളിലെ മറ്റു കുട്ടികൾക്കും ഷെയർ ചെയ്തിരുന്നു. ഒരു പ്രദർശനം പോലെ പലഹാരമേള എല്ലാ 4 ക്ലാസ്സുകാരും പരസ്പരം വീക്ഷിച്ചു. വ്യത്യസ്ത വിഭവങ്ങൾ കാണാനും അറിയാനും ഒക്കെ ഈ പലഹാരമേളയിലൂടെ എല്ലാവർക്കും സാധിച്ചു. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ മക്കളെന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കൂട്ടാക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ അവരിന്ന് കഴിച്ചങ്ങ് ക്ഷീണിച്ചു. അപ്പൊ സന്തോഷത്തോടെ വിട പറയട്ടെ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.